BJP ജയിക്കണം എന്നല്ല, സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. തൃശ്ശൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണ് ജയിക്കാൻ ചാൻസ്. എന്തായാലും സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ആവും. മുരളിക്ക് ആവുള്ളൂ. സുരേഷ് ഗോപി ജയിക്കണം. മുരളിക്ക് വിചാരിക്കുന്നു. നമസ്കാരം. കേരളം കുംഭച്ചൂടിലാണ്. കുംഭച്ചൂട് മാത്രമല്ല, ഇത്തവണ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടിയുണ്ട്. ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ്. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ മണ്ഡലം. ഇലക്ഷൻ ആരംഭിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ പ്രധാനമന്ത്രി വന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രൊജക്റ്റ് ചെയ്ത മണ്ഡലം. സിറ്റിംഗ് എം പിയെ മാറ്റി മറ്റൊരു സിറ്റിംഗ് എം പി മത്സരിക്കാനെത്തുന്ന മണ്ഡലം. കേരളത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും കയ്യിലേന്തിയ ഒരു മുൻ മന്ത്രി മത്സരിക്കുന്ന മണ്ഡലം. അങ്ങനെ പ്രത്യേകതകളേറെയുണ്ട് തൃശ്ശൂരിന്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധ കൂടുതലാണ്. തൃശ്ശൂരിന് ഏറ്റവും പ്രിയപ്പെട്ട ലീഡറുടെ മകൻ മത്സരിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ട് തൃശ്ശൂരിന്. തൃശ്ശൂരുകാരുടെ സ്വന്തം സുനിലേട്ടനാണ് LDFന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇവിടെ ഫീ പാറുമെന്ന് ഉറപ്പാണ്. തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നു, കൂടെ നിങ്ങളും. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയി തുടങ്ങി. അപ്പം തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത തോന്നുന്നത്? തൃശ്ശൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണ് ജയിക്കാൻ ചാൻസ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രെൻഡ് നോക്കിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. മൊത്തത്തിലുള്ള ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ആർക്കും എന്തും പറയാം. അതൊന്നൊരു ശാശ്വതമല്ലല്ലോ. എൻ്റെ ഫീലിംഗ് അനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കാനാണ് ചാൻസ്. ഇപ്പം തൃശ്ശൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്കാണ് പ്രാധാന്യം കൂടുതലാണ്. പ്രാധാന്യമുണ്ട്, പക്ഷേ പല പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം പ്രാധാന്യം മാറി മാറി വരാം. അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വരാം, ഒക്കെ വരാം. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സുരേഷ് ഗോപിക്കാണ് ചാൻസ് കൂടുതൽ. എന്താണ് ഞാൻ കുറച്ച് ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ടികൾക്കും നമ്മൾ മാറി മാറി കൊടുത്തുല്ലോ. ഇനി ഒരു പരീക്ഷ നമ്മൾ കഴിഞ്ഞ വട്ടം തൃശ്ശൂർ കൊടുത്തില്ല, ആൾക്ക് ഈ വട്ടം കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. ആൾക്ക് വികസനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പലരും പല രീതിയിലാണ് പറയണത്. ഇപ്പോൾ മുരളീധരനെ കൊണ്ടുവന്നിട്ട് അവർ പറയണത് ഇപ്പോൾ ആൾ ജയിക്കുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരം വരുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് ഒരു ജനപിന്തുണ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആൾ ജയിക്കുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. ഇടത് മുന്നണിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമുക്ക് ഇടത് മുന്നണിക്ക് എന്തായാലും ഇത് വരാനുള്ള സാധ്യതയില്ല. നിയമസഭ ആകുമ്പോൾ പിന്നെ ചിലപ്പോൾ മാറി മറിഞ്ഞു വരാം. പക്ഷേ ഇത് ഒന്നല്ലെങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇപ്പോൾ BJPക്കാണ് ഇത് സാധ്യത ഞാൻ കാണുന്നത്. BJP ജയിക്കണം എന്നല്ല, സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. സുരേഷ് ഗോപിനെ ഒരു ജനപിന്തുണ നല്ല ഉള്ള ഒരു വ്യക്തിയാണ്. BJPക്കാന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? നല്ല കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ തന്നെ തൃശ്ശൂർ കുറേ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. അതുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജയിക്കും. തൃശ്ശൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടത് മുന്നണിക്കല്ലേ പ്രാധാന്യമുള്ളത്? അതെ. അവർ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, സുരേഷ് ഗോപിനെ ആയിരിക്കും, BJPക്ക് തന്നെ ആയിരിക്കും. സുരേഷ് ഗോപി കൊണ്ടുപോകും. എന്തായാലും സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ആവും. സുരേഷ് ഗോപി കുറച്ച് വോട്ട് പിടിക്കും, അത്രയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അത് കുറച്ച് ജനപ്രിയനാണ്, അതുകൊണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാൻ വയ്യ, അതങ്ങനെ പറയാൻ വയ്യ. തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ ഇടതുമുന്നണിക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പം ഇടതുമുന്നണി കൊണ്ടുപോകും തോന്നുന്നുണ്ടോ? അത് ഇപ്പോൾ സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ട് സംശയമാണ്. വോട്ട് പറയും. മുരളിക്ക് വിചാരിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിനെ, അതുപോലെ മൂന്നാളിൻ തൃശ്ശൂർക്കാർക്ക് ആഗ്രഹമുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. മുരളിക്ക് ഒരു പ്രിഫറൻസ് കാണുന്നു. ഇപ്പോഴത്തെ സാധ്യത നമ്മൾ മുന്നേ കണ്ടിരുന്നു. ഇപ്പം ഒരു സ്ഥാനാർത്ഥികൾ മാറ്റം വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റം നമ്മൾ മുരളിയിൽ കാണുന്നു. അങ്ങനെയൊന്നും പറയാനില്ല. അത് രാഷ്ട്രീയക്കാർ പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും.
പക്ഷെ നമ്മൾ അത്രത്തോളം ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ല. നമുക്ക് 3 ആൾ ഇപ്പോൾ ഇവിടെ ശക്തിയായിട്ടുള്ള പോരാളികൾ തന്നെയാണ്. പക്ഷെ നമ്മളെ ആളുകളുടെ മാറ്റം വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റം നമ്മൾ മുരളീധരന് കാണണമെന്ന് മാത്രം. അത് വിജയം നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ വോട്ട് ചെയ്യുന്നതിൻ്റെ നമ്മൾ സംസാരത്തിലൂടെ മുഴുവനും കാണാനൊന്നും പറ്റുന്നില്ല. തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത തോന്നുന്നത്? ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കണ്ടീഷനൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും കുറച്ചുകൂടെ ആർക്കായിരിക്കും? മുരളിക്ക് തന്നെ ആവുള്ളൂ. എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രവർത്തനത്തിന് നന്നായിട്ട് കാരണം ഇവിടെ BJPക്ക് സാധ്യതയുണ്ടോ എന്ന് പറയുന്നു നമുക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്, കോൺഗ്രസ്സാണ്. ഇവിടെ തൃശ്ശൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇടതു മുന്നണിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നാണ് കേൾക്കുന്നത്. ലോക്സഭയിൽ അങ്ങനെ തീരുമാനമില്ല, കോൺഗ്രസ്സാണ് ജയിക്കാറ്. അതാ പറഞ്ഞു. ചെറിയ കുട്ടികൾക്കായാലും ലേഡീസിനായാലും ജെൻസിനായാലും പുറത്തിറങ്ങി നടക്കാൻ നല്ല തൻ്റോടെ അയാൾ പ്രവർത്തിക്കുന്നുള്ള കാര്യം നമുക്ക് വിശ്വാസമുണ്ട്. BJP കേരളത്തിൽ വന്നില്ലെങ്കിലും കേന്ദ്രത്തിൽ മോഡി നിൽക്കുന്ന കാലം വരും നമുക്കൊരു വർഷം പേടിക്കേണ്ട. ഈ ഗുണ്ടായിസം എടുക്കുന്ന ഗുണ്ടായിസം ഭീഷണിയും ലേഡീസിൽ ചെറിയ കുട്ടികളും ബലാത്സംഗം ഇതിനൊക്കെ ഒരു അറുതി പറഞ്ഞെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടെ സുരേഷ് ഗോപിയോട് ജയിക്കണം. ആ ഒരു മനസ്സാക്ഷിയുള്ളൂ. ഇത് സുരേഷ് ഗോപി അല്ല സുനിൽകുമാർ ഇവിടെ ജയിച്ചാലും നമുക്ക് ആര് വന്നാലും നമ്മുടെ MP അല്ലേ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റി.